വൈകുന്നേരം ചെടി നനയ്ക്കാന്നും പറഞ്ഞിട്ടുണ്ട് ബക്കറ്റ് എടുത്ത് പോകുന്നു കേട്ടോ. പോകുന്ന പാടെ തന്നെ ഞാൻ നേരെ പറഞ്ഞു എനിക്ക് ബക്കറ്റ് പൊന്തൂല, വെള്ളമാക്കിയാൽ പൊന്തൂല എന്ന് 100 വട്ടം പറഞ്ഞു കിട്ടോ. അങ്ങനെയെല്ലാം കൂടി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബക്കറ്റിലുള്ള പാട്ടയിൽ വെള്ളം എടുത്തിട്ട് എന്താണ് അതിലേക്ക് എന്നെ ഇങ്ങനെ പറയും. അന്നേരം ഞാൻ പറഞ്ഞു ഇതെടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചതെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് വെച്ചതിന് ശേഷം പാട്ടയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട വെള്ളം കുറേ വേസ്റ്റാണെന്ന്. ആ വെള്ളമൊക്കെ പോയിട്ട് അടുത്തൊക്കെ ചെടിയിലേക്ക് കേട്ടോ പോവുക, പൈപ്പിൽ നിന്ന് പോകുന്ന വെള്ളമൊക്കെ. അങ്ങനെയെല്ലാം കൂടി ഇത് കൊടുത്തിട്ട് പൊന്താണ്ട് മൂപ്പർ നന്നായിട്ട് ചെടീൻ്റെ മുമ്പിലേക്കും പോയി. അവിടെ പോയൊക്കെ നേരം ഇത് ഇതിലൊക്കെ പാരണ്ടിയൊന്നും ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞു ചട്ടി പാര് എന്ന് പറഞ്ഞിട്ട് ഒക്കെ ചട്ടീൻ്റെ പുറത്ത് ഇങ്ങനെ പറയും. ഞാൻ പറഞ്ഞു എല്ലാം മോളെ ഇത് മതി നനച്ച്. എന്നോട് ആരെ ഇപ്പം നനയ്ക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയും എന്നോട് ഉമ്മച്ചി പറഞ്ഞിട്ട് ഫുള്ളായിട്ട് നനച്ചിട്ട് എന്നിട്ട് ആ ചായ തരുമെന്ന്. ഞാൻ പറഞ്ഞു ചായ ഞാൻ നിനക്ക് ഉണ്ടായിത്തരാം, നീ നനയ്ക്കൊന്നും വേണ്ടാന്ന്. അന്നേരം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നനച്ചിട്ടേ വരുമെന്നും പറഞ്ഞു അവിടെ കുത്തിട്ട് ഇങ്ങനെ നനയ്ക്കുന്നുണ്ട്. ഞാൻ അന്നേരം തന്നെ എന്താക്കുകയാണ് ഒരു വീഡിയോ എടുക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആ ബക്കറ്റ് എടുത്തിട്ട് നേരെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ പറക്കുന്നത്. എങ്ങോട്ടൊക്കെ പറക്കുന്നതെന്നൊന്നും അറിയില്ല. അവിടെ ഒരു പൂച്ചനെ കണ്ടതിനെ കൊണ്ട് അതിൻ്റെ ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതല്ല കേട്ടോ, ചട്ടിയിൽ മാത്രം ഇങ്ങനെ വെള്ളം ഇങ്ങനെ പാർന്നു കൊടുക്കുന്നുണ്ട്. പൂച്ചനെ കണ്ടതിന് ശേഷം അങ്ങോട്ട് പോവുകയും ചെയ്തിട്ട് പൂച്ചൻ്റെ മേത്ത് കുറച്ച് വെള്ളം പാർന്നു കൊടുത്തരും. പൂച്ച ഓടിയിട്ട് നേരെ അതിൻ്റെ മുകളിൽ നിന്ന് കേട്ടോ. അന്നേരം തന്നെ എന്നോട് പറഞ്ഞു പൂച്ചനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന്. അങ്ങനെയെല്ലാം കൂടി ഉമ്മ പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ റേഷൻ പീടികയിൽ പോയിട്ട് വരുന്നത് പറയുമ്പോഴത്തേക്ക് ഞാനും വരുന്നതെന്നും പറഞ്ഞിട്ട് ആ സഞ്ചി ഉണ്ട് പിടിച്ച് വലിക്കുന്നത്. ഞാൻ പറഞ്ഞു നീ എന്തിനു പോകാമെന്ന് ചോദിച്ചപ്പോൾ മൂപ്പർ അത് കൊടുത്തിട്ട് ഓടിക്കളഞ്ഞു. എന്താ വെച്ചാൽ ഞാൻ സമ്മതിക്കില്ലാന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു എന്നാൽ നീ പോടുമെന്നും പറഞ്ഞിട്ട് വരുന്നേരം കുറച്ച് വെളിച്ചെണ്ണൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് എന്തായാലും എനിക്ക് പോകാൻ കഴിയില്ലാന്ന്. അന്നേരം ഉമ്മ പറഞ്ഞാൽ ഞാൻ തന്നെ അങ്ങ് പോകാമെന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ പോകട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വെള്ളം കൂടിയും വലിഞ്ഞിങ്ങ് നടന്നിക്ക്. അങ്ങോട്ട് നടക്കാനും ഇങ്ങോട്ട് എടുക്കാനെന്ന് പറഞ്ഞൊരവസ്ഥയാണ്. ഞാൻ അന്നേരേ പറഞ്ഞേക്ക് പോകുന്നേരം എടുക്കൊന്നും ചേർത്ത് ഫുള്ളായിട്ട് നടക്കണമെന്ന്. നടക്കുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെല്ലാം രണ്ടാളും കൂടി ഇങ്ങനെ പോയി. ഞാൻ ബേക്കുന്ന ക്യാമറയും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നേരം റേഷൻ പീടികയിലേക്ക് നോക്കുന്നേരം എൻ്റെ മക്കളെ ഫുള്ള് ആൾക്കാരല്ലേ, നിറച്ച ആൾക്കാർ. എന്താ വെച്ചാൽ 4-5 ദിവസം എന്താണ് നമുക്ക് അരിയൊന്നും കിട്ടിയില്ലേ, അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് അങ്ങനെ അരിയൊക്കെ കാണുന്ന വാങ്ങുകയും ചെയ്ത് നമ്മളെന്താക്കാണ് പുരയിലേക്ക് പോകണം. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്.